ഹലോ. അപ്പോൾ നമ്മൾ ഇന്നിവിടെ നോക്കുന്നത് 2025 ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് കറണ്ട് അഫയേഴ്സ് ആണ്. PSC ബുള്ളറ്റിനിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ ഇത് എല്ലാവരും മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക. ഇനി വരുന്ന എല്ലാ എക്സാമിനും ഇത് നമുക്ക് വളരെ ആവശ്യമുള്ള ഒന്നാണ്. അപ്പോൾ ആദ്യത്തേത്, ഭരണവുമായി ജനങ്ങളെ നേരിട്ട് ബന്ധിപ്പിക്കാൻ മുഖ്യമന്ത്രി എന്നോടൊപ്പം CM വിത്ത് മീ എന്ന സിറ്റിസൺ കണക്ട് സെൻറ്റർ സംവിധാനം ആരംഭിച്ച സംസ്ഥാനമാണ് കേരളം. കേരളത്തിൻ്റെ രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക ചരിത്രം വിശദീകരിക്കുന്ന രാജ്യത്തെ ആദ്യത്തെ സംസ്ഥാന PSC മ്യൂസിയം നിലവിൽ വരുന്നത് തുളസി ഹിൽസ് പട്ടമാണ്. അപ്പോൾ നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും ആദ്യം PSC മ്യൂസിയം നിലവിൽ വന്നത് നമ്മുടെ സംസ്ഥാനമായിട്ടുള്ള കേരളത്തിലാണ്. കേരളത്തിൽ ആദ്യമായി മൺപാത്ര നിർമ്മാണ തൊഴിൽ ചെയ്യുന്ന കുംഭാര സമുദായത്തിൽപ്പെട്ടവർ സംസാരിക്കുന്ന കുമ്മറ ഭാഷയിൽ പുറത്തിറങ്ങുന്ന നിഘണ്ടുവിൻ്റെ പേരാണ് സ്വം. സ്വമെന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? നിധി എന്നാണ്. അപ്പോൾ കേരളത്തിൽ മൺപാത്ര നിർമ്മാണ മേഖലയിൽ തൊഴിൽ ചെയ്യുന്നവരാണ് കുംഭാര സമുദായക്കാർ. ഈ കുംഭാര സമുദായത്തിൽപ്പെട്ടവർ സംസാരിക്കുന്ന ഭാഷ ഏതാണ്? കുമ്മറ ഭാഷ. കുമ്മറ ഭാഷയിൽ പുറത്തിറക്കുന്ന ആദ്യത്തെ നിഘണ്ടുവാണ് സ്വം. സംസ്ഥാനത്ത് ആദ്യമായി ഗോത്രഭാഷയ്ക്ക് വേണ്ടി തയ്യാറാക്കിയ സ്വം എന്ന നിഘണ്ടു തയ്യാറാക്കിയ വ്യക്തിയാണ് കക്കോടി കൊല്ലങ്കണ്ടി VK ബാബു. ഇന്ത്യയിലെ ആദ്യത്തെ ട്രാവൽ ലിറ്റററി ഫെസ്റ്റിവലായ യാനം നടന്നത് എവിടെയാണ്? തിരുവനന്തപുരം വർക്കലയിലാണ്. വർക്കല എവിടെയാണ്? തിരുവനന്തപുരം. ഇന്ത്യയിലെ ആദ്യത്തെ ISO സർട്ടിഫിക്കേഷൻ നേടിയ പോലീസ് സ്റ്റേഷനാണ് അർത്തുങ്കൽ പോലീസ് സ്റ്റേഷൻ. ഇന്ത്യയിൽ ആദ്യമായി ദുരന്ത സാധ്യതാ മുന്നറിയിപ്പ് സംവിധാനം നടപ്പിലാക്കിയ സംസ്ഥാനമാണ് കേരളം. ഇന്ത്യയിൽ ആദ്യമായിട്ട് ദുരന്ത സാധ്യതാ മുന്നറിയിപ്പ് സംവിധാനം നടപ്പിലാക്കിയ സംസ്ഥാനം ഏതാണ്? കേരളമാണ്. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ വനിതാ സ്കൂബ ഡൈവിംഗ് സംഘമായ ഗന്നറ്റ്സ് രൂപീകരിച്ച സംസ്ഥാനമാണ് കേരളം. അപ്പോൾ അത് നോട്ട് ചെയ്യേണ്ട പോയിൻ്റാണ്. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ വനിതാ സ്കൂബ ഡൈവിംഗ് സംഘത്തിൻ്റെ പേരാണ് ഗന്നറ്റ്സ് എന്നത്. ഗന്നറ്റ്സ് രൂപീകരിച്ചത് കേരളത്തിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി കേരളത്തെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ പ്രഖ്യാപിച്ചത് 2025 നവംബർ 1 നമുക്കെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഹരിത ടൂറിസം കേന്ദ്രമായി പ്രഖ്യാപിച്ച കേരള വനം ഗവേഷണ കേന്ദ്രത്തിന് കീഴിലുള്ള മ്യൂസിയമാണ് നിലമ്പൂർ തേക്ക് മ്യൂസിയം. 2025 ജനുവരി 21 നടപ്പാക്കിയ കേരളത്തിൻ്റെ ദുരന്ത സാധ്യതാ മുന്നറിയിപ്പ് സംവിധാനം ഏതാണ്? കവചം എന്നതാണ്. കവചം എന്നതിൻ്റെ ഫുൾ ഫോം നോട്ട് ചെയ്യേണ്ടതാണ്. കേരള വാർണിംഗ്സ് ക്രൈസിസ് ആൻഡ് ഹസാർഡ്സ് മാനേജ്മെൻറ്റ് സിസ്റ്റം എന്നാണ് കവചം എന്നതിൻ്റെ ഫുൾ ഫോം. എന്താണ് കവചം എന്ന് ചോദിച്ചാൽ 2025 ജനുവരി 21 നടപ്പാക്കിയ കേരളത്തിൻ്റെ ദുരന്ത സാധ്യതാ മുന്നറിയിപ്പ് സംവിധാനമാണ് കവചം. 2025 ഓഗസ്റ്റ് 22 ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ സംസ്ഥാനമായി ഔദ്യോഗികമായി പ്രഖ്യാപിച്ച സംസ്ഥാനമാണ് കേരളം. പ്രഖ്യാപിച്ചത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. അടുത്തതാണ്, ഇന്ത്യയിൽ ആദ്യമായിട്ട് വയോജന കമ്മീഷൻ രൂപീകരിക്കുന്ന സംസ്ഥാനമാണ് കേരളം. അതായത് വയോജനങ്ങളുടെ ക്ഷേമം ഉറപ്പാക്കാൻ വയോജന കമ്മീഷൻ രൂപീകരിക്കുന്നത് 2025 ആദ്യത്തെ സംസ്ഥാനം ഇവിടെ കേരളമാണ്. ഇനി വയോജന കമ്മീഷനെ പറ്റിയുള്ള കുറച്ച് കാര്യങ്ങളാണ്. സംസ്ഥാന വയോജന കമ്മീഷൻ്റെ ആസ്ഥാനം തിരുവനന്തപുരത്താണ്. ഇതിൽ മുഴുവൻ 5 അംഗങ്ങളാണുള്ളത്. സംസ്ഥാന വയോജന കമ്മീഷനിലെ ചെയർമാൻ്റെ അംഗങ്ങളുടെയും കാലാവധി എത്ര വർഷമാണ്? 3 വർഷമാണ്. സംസ്ഥാന സർക്കാർ പുതിയതായി രൂപവൽക്കരിച്ച വയോജന കമ്മീഷൻ്റെ ആദ്യത്തെ അധ്യക്ഷനാണ് ഇപ്പോഴത്തേതെന്നും ആദ്യത്തേതെന്നും പ്രഥമ അധ്യക്ഷനെന്നും ഒക്കെ ചോദിച്ചാൽ ആരാണ്? K സോമപ്രസാദാണ്. വയോജനങ്ങൾക്ക് വീട്ടിൽ ഒരു മുറി നിർബന്ധമാക്കി നിയമം കൊണ്ടുവന്ന സംസ്ഥാനമാണ് കേരളം. വയോജനങ്ങളുടെ സേവനങ്ങൾക്കായി കേരളത്തിലെ ആദ്യ ടൈം ബാങ്ക് പദ്ധതി ആരംഭിച്ച പഞ്ചായത്താണ് ഏലിക്കുളം പഞ്ചായത്ത്. കേരളത്തിലെ ആദ്യത്തെ വയോജന സൗഹൃദ ഇടനാഴിയാണ് മാനവീയം വീഥി. കേരളത്തിലെ ആദ്യത്തെ അതിദാരിദ്ര്യരില്ലാത്ത പഞ്ചായത്താണ് കോട്ടയം. നമ്മൾ പറഞ്ഞു 2025 നവംബർ 1 മുഖ്യമന്ത്രി പിണറായി വിജയൻ കേരളത്തെ അതിദാരിദ്ര്യമുക്ത
സംസ്ഥാനമായിട്ട് പ്രഖ്യാപിക്കുന്നത്. എന്നാൽ കേരളത്തിലെ ആദ്യത്തെ അതിദരിദ്രരില്ലാത്ത പഞ്ചായത്ത് ഏതെന്ന് ചോദിച്ചാൽ കോട്ടയമാണ്. 2025 ഏപ്രിൽ 14 കേരളത്തിലെ ആദ്യത്തെ അതിദാരിദ്ര്യമുക്ത മണ്ഡലമായി പ്രഖ്യാപിച്ച നിയമസഭാ നിയോജക മണ്ഡലമാണ് ധർമ്മടം, കണ്ണൂർ. കേരളത്തിലെ ആദ്യ അതിദാരിദ്ര്യമുക്ത നഗരസഭ ഷൊർണൂരാണ്. അപ്പോൾ പഞ്ചായത്ത് ആണെങ്കിൽ കോട്ടയം, നിയോജക മണ്ഡലം ചോദിച്ചാൽ ധർമ്മടം, കണ്ണൂർ, അതിദാരിദ്ര്യമുക്ത നഗരസഭ ഏതാണ്? അത് ഷൊർണൂർ, പാലക്കാടാണ്. കേരളത്തിലെ ആദ്യ അവോക്കാഡോ ഗ്രാമമാണ് അല്ലെങ്കിൽ അവോക്കാഡോ നഗരമാണ് അമ്പലവയൽ. കേരളത്തിലെ ആദ്യ അവോക്കാഡോ നഗരം അമ്പലവയലാണ്. അപ്പോൾ ഇത്രയാണ് നമ്മൾ ആദ്യത്തെ പാർട്ടിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന കറണ്ട് അഫേഴ്സ്. എല്ലാവർക്കും ഇത് പ്രയോജനപ്പെട്ടെന്ന് കരുതുന്നു. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്